ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ ആനയെ കരക്കെത്തിച്ച് കാടുകയറ്റിയെങ്കിലും ആശങ്ക തീരാതെ പ്രദേശവാസികൾ. ആന വീണ്ടും ജനവാസ മേഖലയിൽ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഉൾക്കാട്ടിലേക്ക് പോകാൻ സാധ്യതയില്ലാത്തതിനാൽ കുങ്കിയാനകളെ സ്ഥലത്തെത്തിക്കും. RRT സംഘത്തിന്റെ നിരീക്ഷണവും പ്രദേശത്ത് തുടരുകയാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, ഇന്നലെയാണ് ആന കിണറ്റിൽ വീണത്. കിണറ്റിൽ വീണ ആനയെ കരകയറ്റി കാടുകയറ്റിയിരുന്നു. ഇപ്പോഴും പ്രദേശത്ത് ആശങ്ക നിലനിൽക്കുകയാണ്. ആനയെ ഉൾവനത്തിലേക്ക് തന്നെ മാറ്റിയെങ്കിലും തിരിച്ചു വരുമോ എന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഉൾവനത്തിലേക്ക് ഈ ആനയെ നമ്മൾ കണ്ടതാണ്. 20 മണിക്കൂർ നീണ്ട ആ ഒരു ദൗത്യത്തിനൊടുവിൽ ഉൾവനത്തിലേക്ക് ആനയെ കയറ്റിയെങ്കിലും ഇവിടുത്തെ ആളുകൾ പറയുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് പ്രധാനമായും മുകളിലേക്ക് വലിയൊരു ഉൾവനമല്ല ഉള്ളത്. ആന ചിലപ്പോൾ പുറത്തേക്ക്, അതായത് തിരിച്ച് ജനവാസ മേഖലയിലേക്ക് തന്നെ കയറി വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇന്നലെ നമുക്കറിയാം 20 മണിക്കൂറായി ഈ ആന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കിണറ്റിലായിരുന്നു. അവിടെ നിന്നൊരു കീറി മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് ഒരു വഴിയൊരുക്കിയാണ് ഈ ആനയെ കിണറ്റിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നത്. 4-5 തവണ പരിഭ്രാന്തനായി ഈ ആന പുറത്തിറങ്ങാനൊക്കെ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് അതിനുള്ള എല്ലാ വഴികളും ഒരുക്കിയപ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് പോകുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമുക്കറിയാം, നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ നാട്ടുകാർ ആനയെ പുറത്തേക്ക് ഇറങ്ങി വനത്തിലേക്ക് വിടുവാൻ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ടായത്. അതിൽ അവർ 4 നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വെച്ചിരുന്നു. അതിൽ ഒന്നാമത്തത് എന്നത് ഈ ഉൾവനത്തിലേക്ക് ഈ ആന കയറിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കണം എന്നൊരു കാര്യം അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രധാനമായും നാട്ടുകാരുടെ ഇടയിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അത്ര വലിയൊരു ഉൾവനമല്ല ഇവിടെയുള്ളത്. ജനവാസ മേഖലയിലേക്ക് പലതവണ ഇറങ്ങിയ ആനയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ആന തിരിച്ചു വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് കുങ്കി ആനകളെ ഉപയോഗിച്ച് ഇതിനെ സോളാർ ഫെൻസിംഗ് ഉള്ള വലിയൊരു ഉൾവനത്തിലേക്ക് കയറ്റി വിടണം എന്നൊരു ആവശ്യം തന്നെയാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുങ്കിയാനകളെ ഉപയോഗിച്ച് വനം വകുപ്പ് ഈ ഉൾവനത്തിൽ, അതായത് ഈ ആന കയറിപ്പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും നിരീക്ഷണം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇത് ഉൾവനത്തിലേക്ക് കയറി പോകാതെ ഈ കാടുകളിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ ആനയെ കാട് കയറ്റുവാനുള്ള ഒരു തീരുമാനത്തിലാണ് വനം വകുപ്പ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. ഇതാണ് ആ സണ്ണി എന്ന ആ ഉടമസ്ഥതയുടെ പേരിലുള്ള കിണർ. ഈ കിണറിലാണ് ആന വീണത്. 20 മണിക്കൂറോളം ഈ ആന ഈ കിണറ്റിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രണ്ടാമതായി ഇവർ മുന്നോട്ട് വെച്ചത് ഫെൻസിംഗ് സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ്. അതിനായി ഇന്ന് മലപ്പുറം സബ് കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രതിനിധികളും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ഒരു യോഗം ചേരുന്നുണ്ട്. അതിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മാർഗരേഖകളൊക്കെ തന്നെയും ഇവർ മുന്നോട്ട് വയ്ക്കും. 1 കോടിയിലധികം രൂപയാണ് ഇവർ പ്രധാനമായും ഫണ്ടായി പറയുന്നത്. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്നും നൽകുമെന്ന് തന്നെയാണ് ഇന്നലെ ഭരണകൂടം നൽകിയ ഉറപ്പ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ആന തന്നെ പലതവണ ഈ കാർഷിക സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയും കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഷിക വിളകളുടെ ഒക്കെ തന്നെയും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 20 മണിക്കൂറിന് ശേഷം ഊർങ്ങാട്ടേരിക്ക് ഇന്നലെ ആശ്വാസത്തിന്റെ നിമിഷം തന്നെയായിരുന്നു. കാരണം ഏറെ നാളുകളായി മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധിക്ക് ശാശ്വതമായെങ്കിലും ചില പരിഹാരങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വലിയൊരു ഉൾവനം എന്ന് ഇതിനെ പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളും പറയുന്നത്. കാരണം ഉൾവനം എന്ന് ഇതിനെ ഒരിക്കലും പറയുവാൻ സാധിക്കില്ല. അപ്പൊ അത്തരത്തിലൊരു ആശങ്ക, ഭീതി ഒഴിയാതെ തന്നെയാണ് ഊർക്കാട്ടേരിക്കാർ ഇന്നും താമസിക്കുന്നത്. കാരണം അവർ പറയുന്നത് അത്തരത്തിൽ കയറിപ്പോയ ആന പല തവണ ഇവിടെ തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷിതമായ, അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായി തോന്നുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ആനയെ ഉൾവനത്തിലേക്ക്, അതായത് സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് കയറ്റണം എന്നൊരു കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുങ്കി ആനകളെ എത്തിക്കും എന്ന് തന്നെയാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കുങ്കി ആനകളെ ഈ പരിസര പ്രദേശങ്ങളിലായി എത്തിച്ചിട്ടുണ്ട് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
എന്തായാലും അല്പസമയത്തിനകം മാത്രമാണ് എന്താണ് വനം വകുപ്പ് എടുക്കുന്ന നടപടി എന്ന് നമുക്ക് അറിയാൻ സാധിക്കൂ. അത്തരത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പാണ് ഈ വനം വകുപ്പ് കുങ്കിയാനകളെ ഇവിടെ എത്തിക്കുകയും ഈ ഉൾവനത്തിലേക്ക് കുങ്കിയാനകളെ കയറ്റിയതിനു ശേഷം അതായത് ഈ വനം വകുപ്പ് ഇന്നലെ രാത്രി കയറ്റിവിട്ട ആന അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. അത്തരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഫെൻസിംഗ് ഉള്ള ഉൾവനത്തിലേക്ക് കയറ്റിവിടുമെന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇന്ന് ഉൾവനത്തിലേക്ക് കയറി പരിശോധന നടത്തുമെന്നൊരു വിവരം തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് കുത്തിയിരുന്നൊക്കെ പ്രതിഷേധിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. അവർ പറയുന്നത് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കാർഷിക വൃത്തിയാണ്. ആ കാർഷിക വൃത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃഷിയൊക്കെ നശിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ജീവന് ഭീഷണിയാവുന്നു. അത്തരത്തിൽ ജീവന് ഭീഷണിയാവുമ്പോൾ മാത്രം ഇത്തരത്തിൽ ഭരണകൂടങ്ങളും ഉന്നതാധികാരികളും സ്ഥലത്തെത്തുന്നു, അവർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ തങ്ങൾ ഇവിടെ ജീവിക്കുന്നത് തങ്ങളുടെ ജീവൻ വെച്ചാണ് എന്നൊരു കാര്യം തന്നെയാണ് അവിടുത്തെ ആളുകൾ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. കുറേയേറെ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളിൽ ഒന്നും തന്നെ തീരുമാനമായിരുന്നില്ല. പിന്നീട് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു, ഒത്തുചേരൽ, കൂട്ടം കൂടൽ എന്നിവയൊക്കെ തന്നെയും കർശനമായി നിരോധിക്കുന്നു. പിന്നീട് നടന്ന ചർച്ചയിലാണ് അവർ മുന്നോട്ട് വെച്ച ഈ കർശനമായ 4 നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിൽ പ്രധാനമായും കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് ആനയെ അയക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. ഫെൻസിംഗ് സംവിധാനം നടപ്പിലാക്കണമെന്ന നിർദ്ദേശമുണ്ട്. കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നൊരു നിർദ്ദേശം. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ ആനയെ കിണറ്റിൽ നിന്നും കരകയറ്റി വനത്തിലേക്ക് പറഞ്ഞുവിടാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറായത് എന്നത് തന്നെയാണ് ഏറെ സവിശേഷമായി എടുത്തു പറയേണ്ടത്. എന്തായാലും ഇന്ന് കുങ്കിയാനകളെ ഇവിടെ എത്തിക്കും എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് വനം വകുപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുള്ളത്. 20 മണിക്കൂറിന് ശേഷം ഓർക്കാട്ടേരിക്ക് ഇന്നലെ ആശ്വാസത്തിന്റെ നിമിഷങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. ഒരു സമയം നോക്കുമ്പോൾ 20 മണിക്കൂറിലധികം അകത്തു കിടന്ന ആനയുടെ ആരോഗ്യസ്ഥിതി ആദ്യഘട്ടത്തിൽ വളരെ മോശമായിരുന്നു. പിന്നീട് ഈ ആനയ്ക്ക് 4-5 തവണ അത് പുറത്തേക്ക് വരുവാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കിണറ്റിനുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കണ്ടു. പിന്നീട് പുറത്തിറങ്ങി ചെറിയ രീതിയിൽ ആരോഗ്യസ്ഥിതി മോശമായിരുന്നെങ്കിലും അത് ഉൾവനത്തിലേക്ക് കയറി പോകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടു. പടക്കം പൊട്ടിച്ചൊക്കെയാണ് ഉൾവനത്തിലേക്ക് കയറ്റിയത്. പിന്നീട് RRT സംഘമൊക്കെ അതിന് പുറകിലൂടെ പോവുകയും ഈ ആന വനത്തിലേക്ക് കയറിയോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. പിന്നീടുള്ളൊരു നിർദ്ദേശമായിരുന്നു ഈ RRT സംഘത്തിന്റെ അല്ലെങ്കിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടവേള വേണം. അതിനുശേഷം നമുക്ക് ദിസ്നയിലേക്ക് തന്നെ മടങ്ങി വരണം. അവിടുത്തെ നാട്ടുകാരുടെ ആശങ്കയുണ്ട്. ആന ഉൾവനത്തിലേക്ക് തന്നെ കയറിപ്പോയി എന്ന് ഉറപ്പാക്കണം. അവർക്ക് അവിടെ ജീവിക്കാനുള്ള ആശങ്കയുണ്ട്. പക്ഷേ ആന ഇനിയും ഇത്തരം ഉപയോഗശൂന്യമായ കിണറുകളിൽ വീഴാനും പാടില്ല. അത്തരം കിണറുകൾ മൂടണം എന്നുള്ള നിലയിൽ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ദിസ്നയിലേക്ക് തന്നെ വരാം. ദിസ്ന, അവിടെ അപ്പോൾ ഈ ഉൾവനത്തിലേക്ക് ആന കയറിപ്പോയിട്ടില്ല എന്നുള്ളതാണോ ജനങ്ങളുടെ ഒരു ആശങ്ക? ഇന്നലെ നമ്മൾ കണ്ടത് ദൃശ്യം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ രാത്രിയിലും ആന തത്സമയം കിണറ്റിൽ നിന്ന് കയറുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കൊടുക്കാൻ സാധിച്ചു. രാത്രി 10 മണിയോടെയാണ് 20 മണിക്കൂറോളം കിണറ്റിലകപ്പെട്ട ആനയെ വനം വകുപ്പ് 60 അംഗ പ്രത്യേക ടീമിനെ ഒരുക്കി പ്രത്യേകമായി മണ്ണുമാന്തി യന്ത്രമൊക്കെ കൊണ്ടുവന്ന് ഈ കിണറിൻ്റെ വശങ്ങളൊക്കെ ഇടിച്ച് ആന കയറുന്നത് നമ്മൾ തത്സമയം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതും ദിസ്നയാണ് അത് കൃത്യമായി റിപ്പോർട്ട് നൽകിയത്. ദിസ്ന തന്നെയാണ് അതിൻ്റെ ബാക്കി രാവിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ആശങ്ക എന്താണ് ദിസ്ന? അവിടെ ആന ഉൾവനത്തിലേക്ക് പോയിട്ടില്ല, വീണ്ടും ആന തിരികെ എത്തും എന്നുള്ള ഭയപ്പാടാണോ നാട്ടിലുള്ളവർക്കുള്ളത്? ദിസ്ന. തീർച്ചയായും വിനോദ്, അവർ പറയുന്നത് ഇത് പലതവണ കാടിറങ്ങി വന്ന ആന തന്നെയായിരുന്നു. ആ ആനയാണ് ഇന്നലെ, അതായത് മിനിയാന്ന് പുലർച്ചെ കിണറ്റിൽ വീണത്. അവർ പറയുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് അത് ഉൾവനത്തിലേക്ക് കൃത്യമായി എത്തിയിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ താമസിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായി ഇവിടുത്തെ ഒരു പ്രകൃതിയും അല്ലെങ്കിൽ ഇവിടെ എത്രത്തോളം, അതായത് ഇതിൻ്റെ ഒരു ഘടനയും ഒക്കെ, ഭൂമിയുടെ ഘടനയും ഒക്കെ വളരെ വ്യക്തമായി അറിയുന്നവരാണ്. അവർ പറയുന്നത് ഇത് കൃത്യമായ ഒരു ഉൾവനം എന്ന് പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ആനയെ കാടുകയറ്റിയത് ആശ്വാസകരമായ ഒരു വാർത്തയാണെങ്കിൽ കൂടിയും അത് എത്രത്തോളം അകത്തേക്ക് കയറി പോയിട്ടുണ്ട് എന്നതിന് വലിയൊരു ഭീതി അവർക്കുണ്ട്. അവർ പറയുന്നത് കുങ്കി ആനകളെ ഉപയോഗിച്ച് ഈ ആനയെ
നിരീക്ഷിക്കണം എന്നൊരു കാര്യം തന്നെയാണ് അവർ പ്രധാനമായും എടുത്തു പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് അതായത് ഇത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നു. പലതവണ ഇവിടെ വരികയും കാർഷിക സാധനങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെയുണ്ട്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഈ ആന കാട് കയറി എന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്തയാണ്, പക്ഷേ നിങ്ങൾക്ക് അതിനൊരു പരിഭ്രാന്തിയും ഉണ്ടല്ലേ? അത് തിരിച്ചു വരുമോന്നുള്ളൊരിതുണ്ട്. അവര് ഇന്ന് വന്ന് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത് വലിയൊരു ഉൾവനം എന്ന് പറയാൻ സാധിക്കില്ല. ഏത് നിമിഷവും ആന തിരിച്ചിറങ്ങാം. അപ്പൊ നിങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശവും അത് തന്നെയാണ്. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് അത് ഉൾവനത്തിലേക്ക് കയറിയോ എന്ന് ഉറപ്പുവരുത്തണം. ഫെൻസിങ് സംവിധാനമുള്ള അല്ലെങ്കിൽ ഫെൻസിങ് ഉൾപ്പെടെയുള്ള ഉൾവനത്തിലേക്ക് ഈ ആനയെ എത്തിക്കണം എന്നൊരു ആവശ്യമല്ലേ മുന്നോട്ട് വെച്ചത്? അതെ, അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ന് വരും, വന്നവര് ഉൾവനത്തിലേക്ക് കുങ്കിയാനെ എത്തിക്കും. ഫെൻസിങ്ങിന്റെ ഏർപ്പാട് ഇവിടെ ഇന്ന് കളക്ടറേറ്റിൽ യോഗം കൂടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തീരുമാനമാകുമെന്ന് അറിഞ്ഞത്. ഒരു പെട്ടെന്നുള്ള ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായെങ്കിൽ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ആശങ്കയുണ്ട് ഇപ്പോഴും. തീർച്ചയായും വിനോദ്, ഇദ്ദേഹം പറഞ്ഞതുപോലെ അവർക്കൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് വലിയൊരു ഉൾവനമല്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അവർ പറയുന്നത് ഇതിനെ കാട് കയറ്റി വിട്ടെങ്കിലും ഇത് ഈ പ്രദേശത്ത് തന്നെ തങ്ങി നിൽക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇന്നലത്തെ ആ ഒരു ഭയപ്പാടിലായിരിക്കാം ഒരുപക്ഷെ വേഗം ഇത് രക്ഷപ്പെട്ട് കയറിപ്പോയിട്ടുണ്ടാവുക. പക്ഷെ അത് ഈ പ്രദേശത്ത് തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഏത് നിമിഷവും വീണ്ടും ഇവിടെ എത്തി വലിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അവർ പ്രധാനമായും പറയുന്നത് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ അംഗീകരിക്കുകയുണ്ടായി. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് തീരുമാനം ഉണ്ടാക്കാം എന്ന് തന്നെയാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് കുങ്കിയാനകളെ എത്തിക്കുമെന്ന ഉറപ്പ് വനംവകുപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളതും ഇന്ന് കുങ്കിയാനകൾ ഇവിടെ വരികയും ഈ ആനയെ കയറ്റിവിട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടെ നിരീക്ഷണം നടത്തി ആന അവിടെ ഉണ്ടെങ്കിൽ അതിനെ കാട്ടിലേക്ക് ഉൾവനത്തിലേക്ക് കുങ്കിയാനകളുടെ സഹായത്തോടെ ഉൾവനത്തിലേക്ക് കയറ്റുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും 20 മണിക്കൂർ നീണ്ട ഒരു പ്രതിസന്ധി ഒഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. എങ്കിലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നു. അവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. അവർ ഇന്നലെ നടത്തിയ അല്ലെങ്കിൽ കുത്തിയിരുന്ന അടക്കം അവർ സമരം നടത്തിയിരുന്നു. അതിനൊക്കെയുള്ളൊരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊക്കെ വ്യക്തമായ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കുങ്കിയാനകൾ ഇവിടെ എത്തുകയും ഇവിടെ നിരീക്ഷണം നടത്തുകയും ചെയ്യുമെന്ന ഒരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ഉർങ്ങാട്ടേരിയിൽ നിന്ന് ലഭ്യമാവുന്നത്. വിനോദ്, അതെ, കൃത്യമായി കുങ്കിയാനകളെ എത്തിച്ച് ഈ ആനയെ ഉൾവനത്തിലേക്ക് തന്നെ കയറ്റാനുള്ള ശ്രമങ്ങളാണ് ആരംഭിക്കുന്നത്. വിജയകരമാകട്ടെ എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം.